നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിൽ നിന്നും. നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്കിലൂടെ റിസർവേഷന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജിപ്മർ പോണ്ടിച്ചേരിയിൽ BSc നഴ്സിംഗിന്റെയും അലൈഡ് കോഴ്സുകളുടെയും പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. നീറ്റിന്റെ റാങ്കിലൂടെ തന്നെ മെഡിക്കൽ വിഭാഗത്തിലെ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമിന്റെ പ്രവേശനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിലെ മെഡിക്കൽ വിഭാഗത്തിലെ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ ഏറ്റവും ടോപ്പിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ജിപ്മറിൽ നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുക, ആ ഒരു പ്രയോർ ഗ്രൂപ്പിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വരുന്ന ഒരു കാലഘട്ടത്തിൽ, നിങ്ങളുടെ ഒരു കരിയറിൽ, അതേത് മേഖലയാണെങ്കിലും ഏറ്റവും വലിയ അനുഭവ സമ്പത്തുള്ള, ഏറ്റവും നല്ലൊരു പ്രൊഫൈലുള്ള വ്യക്തിത്വങ്ങളായി മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം ലോകം വലിയൊരു മാറ്റത്തിന് കാതോർക്കുകയാണ്. അപ്പോൾ ടെക്നോളജിയുടെയും കൂടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോഴ്സുകൾക്കുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കത്തക്ക രീതിയിൽ നമുക്ക് നമ്മളുടെ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമുകളെ ഒക്കെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ജിപ്മർ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവിടെയാണ് നമുക്ക് BSc നഴ്സിംഗും മറ്റ് അലൈഡ് പ്രോഗ്രാമുകളിലൂടെയും ഒരു പ്രവേശനം കാത്തിരിക്കുന്നത്. BSc നഴ്സിംഗും മറ്റ് അലൈഡ് പ്രോഗ്രാമുകൾക്കും നീറ്റ് 2025 റാങ്കും അതുപോലെ തന്നെ നാഷണൽ ലെവലുള്ള റിസർവേഷൻ സാധ്യതകളും ഒക്കെയാണ് jipmer.edu.in എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് അപേക്ഷിക്കുവാനും അതിനുശേഷം ആ റാങ്ക് അനുസരിച്ച് അവിടെ പ്രവേശനം ലഭിക്കുവാനും ഒക്കെ സാധ്യമാകുന്നത്. ആദ്യം നമുക്ക് ഏതൊക്കെ പ്രോഗ്രാമുകളാണ് എന്നുള്ളത് നോക്കാം. BSc നഴ്സിംഗിന് മൊത്തം 94 സീറ്റിൽ 85 സീറ്റ് പെൺകുട്ടികൾക്കും 9 സീറ്റുകൾ ആൺകുട്ടികൾക്കുമാണ്. നീറ്റിൻ്റെ റാങ്ക് അനുസരിച്ച് BSc നഴ്സിംഗ് ആൺകുട്ടികൾക്ക് കിട്ടുന്നത് നമുക്കറിയാം. MCCയുടെ സൈറ്റ് വഴി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BHUവിൽ മാത്രമായിരുന്നെങ്കിൽ ഇവിടെ ജിപ്മറിലും 9 സീറ്റുകൾ ആൺകുട്ടികൾക്കായിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് MCCയുടെ സൈറ്റ് വഴി 7 കോളേജുകളുണ്ടായിരുന്നു, അല്ലാതെ കൂടെ ESIയുടെ കോളേജുകളും ഉണ്ടായിരുന്നു. ഇവിടെ ജിപ്മറിൽ മാത്രം 85 സീറ്റുകളാണുള്ളത്. ഇതിന് പ്രത്യേകമായി ജിപ്മറിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണം. അപേക്ഷിക്കേണ്ട നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ jipmer.edu.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റ് BSc അലൈഡ് കോഴ്സുകൾക്കായിട്ടും 87 സീറ്റുകളാണ് മൊത്തത്തിലുള്ളത്. അതിൽ ബാച്ചിലർ ഓഫ് മെഡിക്കൽ ലാബറട്ടറി സയൻസിന് 37 സീറ്റുകളും അനസ്തേഷ്യ, ഒപ്റ്റോമെട്രി, അതുപോലെ കാർഡിയക് ലാബറട്ടറി ടെക്നോളജി, ഡയാലിസിസ്, MLT പ്രോഗ്രാം, ബ്ലഡ് ബാങ്കിങ്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, അങ്ങനെ മൊത്തത്തിൽ നേഴ്സിംഗും അലൈഡ് കോഴ്സുകളുമായിട്ട് 181 സീറ്റിൻ്റെയാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ 181 സീറ്റുകളിലും നമുക്ക് നീറ്റ് പോലെ തന്നെ എല്ലാ റിസർവേഷനുണ്ട്, അൺറിസർവ്ഡ് കാറ്റഗറി ഉണ്ട്, തഹസീൽദാർ എന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് OBC റിസർവേഷനുണ്ട്, SC ST റിസർവേഷനുകളുണ്ട്, അതുപോലെ തന്നെ തഹസീൽദാരുടെ EWS റിസർവേഷൻ അനുസരിച്ചൊക്കെ സീറ്റുകൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അതിൽ തഹസീൽദാരുടെ നമുക്കറിയാം, EWSൻ്റെ നിയമങ്ങളൊക്കെ അറിയാം. ആ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് ആ കാറ്റഗറി അനുസരിച്ച് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ PWD വിഭാഗത്തിലും ഈ കോഴ്സുകൾക്കെല്ലാം സീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. jipmer.edu.in എന്ന വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ, അതുപോലെ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഫോട്ടോ, സിഗ്നേച്ചർ അങ്ങനെയുള്ളത് അപ്ലോഡ് ചെയ്യാനായിട്ടും ഫൈനലൈസ് ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്തവരിൽ നിന്നും നീറ്റിൻ്റെ മാർക്ക് അനുസരിച്ചൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോണ്ടിച്ചേരിക്ക് ക്ഷണിക്കുകയുമാണ് ചെയ്യുന്നത്. വേറെ ഇൻ്റർവ്യൂവോ വേറെ പരീക്ഷകളോ ഒന്നും തന്നെ ഇല്ല. നീറ്റിൻ്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി, റിസർവേഷനെ കൂടെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് നമുക്ക് ഈ കോഴ്സുകൾക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, നീറ്റ് 2025 സ്കോർ കാർഡ്, അതുപോലെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സർട്ടിഫിക്കറ്റുകളെല്ലാം 2024 ഏപ്രിൽ 1 ശേഷം എടുത്തതായിരിക്കണം. രജിസ്റ്റർ ചെയ്ത കുട്ടികളെ കൗൺസിലിങ്ങിനായിട്ട് പോണ്ടിച്ചേരിക്ക് ക്ഷണിക്കുകയും ആ സമയത്ത് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും 3 സെറ്റ് കോപ്പികളും 6 ഫോട്ടോഗ്രാഫുകളുമായിട്ടാണ് നേരിട്ട് ചെല്ലേണ്ടത്. കൊണ്ടുചെല്ലേണ്ട സർട്ടിഫിക്കറ്റുകളുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളും നിങ്ങൾ കരുതണം കൗൺസിലിങ്ങിനായിട്ട് പോണ്ടിച്ചേരിയിലേക്ക് ചെല്ലുമ്പോൾ. നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും ചിലവ് കുറഞ്ഞ് മെഡിക്കൽ പഠനം സാധ്യമാകുന്ന കോളേജാണ് ജിപ്മർ. BSc നഴ്സിങ്ങിനൊക്കെ ആണെങ്കിലും എല്ലാ ചിലവുകളും അടക്കം വളരെ ചെറിയ ഫീസുകൾ മാത്രമേ നിങ്ങൾക്ക് വരികയുള്ളൂ. അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളതെല്ലാം ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
നമുക്കറിയാം ഇതിൻ്റെ മെഡിക്കലിൻ്റെ ബാക്കി പല അലോട്ട്മെൻറ്റുകളും അഗ്രികൾച്ചർ, അതുപോലെ MBBS, BDS, വെറ്റിനറി, അങ്ങനെ പല അലോട്ട്മെൻറ്റുകളും നടക്കുന്നത് കൊണ്ട് നമുക്ക് കൗൺസിലിങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യണമെങ്കിൽ, വിഡ്രോ ചെയ്യണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. ഫൈനൽ കൗൺസിലിങ്ങിന് മുമ്പാണെങ്കിൽ 10,000 റുപ്പീസും, അതുപോലെ ഫസ്റ്റ് അക്കാഡമിക് ഇയറിൽ തന്നെയാണെങ്കിൽ 25,000ഉം, സെക്കൻഡ് അക്കാഡമിക് ഇയറിലാണെങ്കിൽ, അതായത് അടുത്ത വർഷത്തെ നീറ്റൊക്കെ എഴുതിയിട്ട് നമുക്ക് മാറണമെങ്കിലൊക്കെ 50,000 റുപ്പീസും നമ്മൾ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടതായി വരും. ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ അനൗൺസ്മെൻറ്റിനകത്ത് BSc നഴ്സിംഗ് എൻട്രൻസ് എക്സാം എന്നുള്ള ലിങ്കിനകത്ത് നമുക്ക് രജിസ്ട്രേഷൻ ലിങ്കുണ്ട്. ഈ രജിസ്ട്രേഷൻ ലിങ്ക് വഴിയാണ് നിങ്ങൾ സെപ്റ്റംബർ 22 മുമ്പായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. നഴ്സിംഗ് പഠനമോ അല്ലെങ്കിൽ അലൈഡ് കോഴ്സുകളുടെ പഠനമോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീറ്റിന് ഒരുവിധം ഉയർന്ന സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കുകയും അഡ്മിഷൻ എടുക്കുകയും ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് ജിപ്മറിൻ്റെ BSc നഴ്സിംഗും അലൈഡ് കോഴ്സുകളും. അപ്പോൾ തീർച്ചയായിട്ടും നീറ്റ് 2025 എക്സാം എഴുതിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ട വഴി അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾക്കൊന്നും ഒരു പ്രവേശനം നേടാതെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജിപ്മർ പോണ്ടിച്ചേരി. അപ്പോൾ തീർച്ചയായിട്ടും സെപ്റ്റംബർ 22 മുമ്പിലായിട്ട് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുക. പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഫീസോ അങ്ങനെ ഒന്നുമില്ല. നീറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം കൗൺസിലിംഗ് പ്രോസസ്സിനായിട്ട് നിങ്ങളെ ക്ഷണിക്കും. വെബ്സൈറ്റ് നിരന്തരം നോക്കിക്കൊണ്ടിരുന്നാൽ മതിയാകും. ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ കൗൺസിലിങ്ങിന് ചെല്ലുന്നു. അഡ്മിഷൻ എടുക്കുന്ന രീതിയാണ് അവിടെ ഉള്ളത്. കോഴ്സുകളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അതിലൊരു പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും jipmar.edu.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.